വീണ്ടും ഒരു യാത്രയാണ്. പക്ഷേ ഇത്തവണത്തെ യാത്ര ഒരു ഒഫീഷ്യൽ യാത്രയാണ്. എനിക്കിന്ന് ക്ലാസ് എടുക്കാൻ മലപ്പുറം തിരൂരിലേക്ക് പോകണം. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റിയിലാണ് ഇന്നത്തെ എൻ്റെ ഒരു ക്ലാസ് നടക്കുന്നത്. മലയാളത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ഒരിടത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. പക്ഷേ അവിടെ എനിക്ക് ക്ലാസ് എടുക്കാനുള്ളത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ഇന്നത്തെ എൻ്റെ സെഷൻ എടുക്കുന്നത്. അവരോടൊപ്പം എൻ്റെ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. എൻ്റെ ക്ലാസ് ടൈം തുടങ്ങുന്നത് ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ്. പക്ഷേ ഒരു മണിക്കെങ്കിലും അവിടെ എത്താൻ പാകത്തിനാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഏർലി മോർണിംഗ് തന്നെ ഞാൻ യാത്ര തുടങ്ങി. തൊടുപുഴയിൽ നിന്ന് കാറിലാണ് ഞാൻ പോകുന്നത്. രാവിലെ നേരത്തെയുള്ള യാത്രയായിരുന്നു. റോഡിലൊന്നും അധികം തിരക്കുണ്ടായില്ല. തൊടുപുഴ വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എറണാകുളം, തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ കാഴ്ചകളൊക്കെ മാറുകയാണ്. തൃശ്ശൂർ കടന്ന് മലപ്പുറം ജില്ലയിലേക്ക് കയറുമ്പോൾ ഭാഷയും സംസ്കാരവും കാഴ്ചകളും എല്ലാം മാറും. മാസത്തിലൊരിക്കലെങ്കിലും ഞാനിങ്ങനെ സെഷനുകൾ എടുക്കാൻ പോവാറുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു ജോലി പോലെ തോന്നും, പക്ഷേ എനിക്കിത് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ജോലി മാത്രമല്ല. ഓരോ സെഷനും എനിക്ക് ഓരോ പുതിയ അനുഭവമാണ്. പുതിയ സ്ഥലങ്ങൾ, പുതിയ ആളുകൾ, വ്യത്യസ്ത ചിന്താഗതികൾ. അവരോട് സംസാരിക്കുമ്പോൾ, എൻ്റെ അറിവ് പങ്കുവെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ വീണ്ടും പഠിക്കുന്നു. ഈ യാത്രകൾ എനിക്കൊരു റിലാക്സേഷൻ കൂടിയാണ്. ദിവസേനയുള്ള ഒരേ ജോലിയും ഒരേ ടൈം ടേബിളും ഈ ജോലിഭാരവും എല്ലാത്തിൽ നിന്നും മാറി വേറൊരു ചുറ്റുപാടിലിരിക്കുമ്പോൾ മനസ്സ് തന്നെ കുറച്ച് റിലാക്സ്ഡ് ആകും. ജോലിയും യാത്രയും ഒരുമിച്ച് ചേർന്നാൽ അതെനിക്കൊരു ക്ഷീണമാകാറില്ല. പകരം എനിക്കതൊരു എനർജി ആയിട്ടാണ് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ മാസത്തിലുള്ള ഓരോ യാത്രയും ചിലപ്പോൾ അത് 2 യാത്രയായിരിക്കാം, ചിലപ്പോൾ 3 യാത്രയായിരിക്കാം, ചിലപ്പോൾ 1 യാത്രയായിരിക്കാം. പക്ഷേ എനിക്കതൊരു ഉത്തരവാദിത്തം മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്. ഒരു മാനസികമായിട്ടുള്ളൊരു റിലാക്സേഷനും ഹാപ്പിനെസ്സും ഒക്കെ ചേർന്നതാണ്. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് 1 മണി ആയപ്പോൾ തന്നെ തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നത്തെ സെഷൻസിൻ്റെ ഡീറ്റെയിൽസും അവിടെയുള്ള ആളുകളുടെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം.